ഹലോ മൈ ഡിയർ പാരൻസ്, എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ സ്കൂൾ ഡയറിയെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഡയറി തുറന്നു നോക്കി വായിച്ചു നോക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബട്ട് എങ്കിലും എന്തെങ്കിലും ഡൗട്ട് എല്ലാവർക്കും അതിൻ്റെ ഏതെങ്കിലും ഒരു പേജസ് അതിൻ്റെ പേർപ്പസ് എന്താണെന്ന് ഉണ്ടെങ്കിൽ അത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യൽ പേജസിൽ നിങ്ങൾ കാണുന്നതായിരിക്കും നമ്മുടെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ ഫാക്കൽറ്റി ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കുറേ അനവധി നമ്മുടെ സ്കൂളിനെ പറ്റിയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് ഇനീഷ്യൽ പേജസിലുള്ളത്. എനിക്ക് സംസാരിച്ച് തുടങ്ങേണ്ടത് നമ്മുടെ പേജ് നമ്പർ 13ലൂടെയാണ്. അപ്പോൾ ഈ പേജ് നമ്പർ 13 ആണ് നമ്മുടെ ഒരു കുട്ടിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ആൻഡ് ദാറ്റ് പേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഒരു കോപ്പി സ്കൂളിൽ സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്, ഒരു കോപ്പി ഡയറിയിൽ നിലനിർത്താനുള്ളതാണ്. അപ്പോൾ ഈ പേജ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാ വർഷവും പിള്ളേരുടെ അടുത്ത് അത് ഫില്ല് ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി നമുക്ക് തരാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം സോ ദാറ്റ് വി ക്യാൻ കീപ് ഓൾ ദ റെക്കോർഡ്സ് അപ് ടു ഡേറ്റ്. അതായത് ഇപ്പം അഡ്രസ്സിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ട് അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് എപ്പോഴും സ്കൂളിൽ അതിൻ്റെ അപ്ഡേറ്റഡ് റെക്കോർഡ് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഈ പേജ് വളരെ കൃത്യമായി എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാ പാരൻസും ഉറപ്പുവരുത്തുക. അതിന് ശേഷം വരുന്നത് ഒരു ഡിക്ലറേഷൻ പേജാണ്. ആ ഡിക്ലറേഷൻ പേജിൽ പറയുന്നത് ഈ ഡയറിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ സ്കൂളിൻ്റെ എല്ലാ പോളിസീസും അതുപോലെ തന്നെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നിങ്ങൾ വായിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്, അത് ഫോളോ ചെയ്യാൻ റെഡിയാണ് എന്നുള്ളതാണ് ആ ഡിക്ലറേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ കംസ് ദ സ്പെസിമെൻ പേജ്. ആ പേജിൽ നമ്മുടെ ഗാർഡിയൻ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഒരു സിഗ്നേച്ചറിൻ്റെ ഒരു കോപ്പിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഇനി മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഓരോ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണെങ്കിലും നമുക്ക് വെരിഫൈ ചെയ്യാൻ ഈ സ്പെസിമെൻ സിഗ്നേച്ചേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നീട് വരുന്ന പേജസാണ് എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന പ്രേയേഴ്സും അതുപോലെ തന്നെ കുറച്ച് സോങ്സും ഉള്ള കാര്യങ്ങളൊക്കെയാണ് കുറച്ച് വരുന്ന പേജസിൽ. ഒരു 22 വരെയുള്ള പേജസ് അങ്ങനെയാണ്. 23 തുടങ്ങി പേജ് നമ്പർ 37 വരെ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേജസിലാണ് നമ്മുടെ സ്കൂളിൻ്റെ അഡ്മിഷൻ റൂൾസ്, അതുപോലെ തന്നെ ക്യാമ്പസ് റൂൾസ്, നമ്മുടെ ക്യാമ്പസ് ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലുള്ള കമ്മിറ്റീസിൻ്റെ കാര്യങ്ങളും അതിൽ വളരെ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേജ് നമ്പർ 23 തുടങ്ങി 37 വരെ വളരെ കെയർഫുള്ളായിട്ട് എല്ലാ പാരൻസും വായിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ പേജസ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആദ്യമേ ഞാൻ പറഞ്ഞ ആ ഡിക്ലറേഷൻ സൈൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ പേജസ് എല്ലാ പാരൻസും കൃത്യമായി വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം ടു കം ആൻഡ് ക്ലാരിഫൈ ദ സെയിം വിത്ത് അസ്. അത് കഴിഞ്ഞ് വരുന്ന പേജ് നമ്പർ 38 തുടങ്ങി പേജ് നമ്പർ 47 വരെ നമ്മുടെ ആനുവൽ കലണ്ടറാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഓരോ എക്സാമിനേഷൻ്റെ സ്റ്റാർട്ട് ഡേറ്റ്സ്, നമ്മുടെ ഹോളിഡേയ്സിൻ്റെ ഡീറ്റെയിൽസ്, സ്കൂൾ ഇവൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്നായിരിക്കുമെന്ന് വളരെ കൃത്യമായി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ മന്തും നോക്കുക, ആ മന്തിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്തതാണ് നമ്മുടെ പേജ് നമ്പർ 48 ആൻഡ് പേജ് നമ്പർ 49. ഇവിടെ തുടങ്ങിയാണ് നമ്മുടെ റെഗുലാരിറ്റി റെക്കോർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ റെഗുലാരിറ്റി റെക്കോർഡ്സിൽ ഫസ്റ്റ് വരുന്നതാണ് ആബ്സെൻസ് റെക്കോർഡ്. അപ്പോൾ ഒരു കുട്ടി എന്തെങ്കിലും കാരണം കൊണ്ട് സ്കൂളിൽ ലീവ് എടുക്കുകയാണെങ്കിൽ അത് ഇവിടെയാണ് മെൻഷൻ ചെയ്യേണ്ടത്. സോ നമ്മുടെ സ്കൂൾ പോളിസി പ്രകാരം 2 ദിവസത്തെ കണ്ടിന്യൂസ് ലീവ് നിങ്ങൾക്ക് ഈ റെക്കോർഡ് വഴി നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ആഫ്റ്റർ ദ ലീവ് സ്റ്റുഡൻറ്റ് എന്നാണോ റീജോയിൻ ചെയ്യുന്നത്, ആ റീജോയിനിങ് ഡേറ്റിൽ ഇതിൽ ജസ്റ്റ് പാരൻ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡേറ്റ് ഓഫ് റിട്ടേൺ എന്നാണ് കുട്ടി തിരിച്ച് ജോയിൻ ചെയ്തത്, എത്ര ദിവസം ലീവായിരുന്നു, മാക്സിമം അലൗഡ് 2 days ആണ്. പിന്നെ റീസൺ ഫോർ ആബ്സെൻസ്, എന്തുകൊണ്ട് കുട്ടി ലീവ് എടുത്തു. പിന്നെ പാരൻ്റ് എന്നുള്ള കോളം കാണാം, ഇവിടെയാണ് പാരൻസിൻ്റെ സൈൻ വേണ്ടത്. പിന്നെ ഈ കുട്ടി ഈ ഡയറി റെക്കോർഡ് നമ്മുടെ ക്ലാസ് ടീച്ചറിനെ കാണിക്കുകയും അവിടെ ക്ലാസ് ടീച്ചർ സൈൻ ചെയ്യുകയും ആൻഡ് ഫൈനലി ഞാൻ വീക്ക്ലി ഈ ഡയറീസ് ചെക്ക് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് ഞാനും അവിടെ സൈൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ലീവ് റെക്കോർഡ്, ഈ ഡയറിയിലുള്ള ലീവ് റെക്കോർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നത് ഫോർ അപ് ടു 2 leaves ആണ്. 2 ലീവിൽ കൂടുതലാണ് കുട്ടിക്ക് ആവശ്യം വരുന്നതെങ്കിൽ ഒരു റിട്ടൺ ലെറ്റർ ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. സോ ദ പാരൻസ് ഷുഡ് സബ്മിറ്റ് എ റിട്ടൺ ലെറ്റർ ടു ദ ക്ലാസ് ടീച്ചർ. അപ്പോൾ ഈ റിട്ടൺ ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മുടെ ലേറ്റർ ഓൺ പേജസിൽ അതിൻ്റെ ഒരു സാമ്പിൾ ലെറ്ററായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതാണ് പേജ് നമ്പർ 50 വരുന്ന ലേറ്റ് അറ്റൻഡൻസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കൂൾ ടൈമിംഗ് 8:30 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ മാക്സിമം 8:30 ഉള്ളിൽ തന്നെ കുട്ടീനെ സ്കൂളിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇനി നമ്മുടെ സ്കൂളിൻ്റെ ഒരു പോളിസി അനുസരിച്ചിട്ട് ആദ്യമായിട്ടാണ് കുട്ടി ലേറ്റ് ആവുന്നതെങ്കിൽ നമ്മൾ വേറെ ഒന്നും പറയുന്നില്ല, വി ഗിവ് ദം ആൻ എക്സ്ക്യൂസ്.
ബട്ട് അതൊരു ഹാബിറ്റ് ആകുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ടാകുന്നത്. അപ്പോൾ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ലേറ്റ് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മളിവിടെ സ്കൂളിൽ ഇവിടെ ഇത് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഈ ഡയറിയിൽ വി വുഡ് ബി റൈറ്റിംഗ്, ഐദർ മീ ഓർ ദ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ വുഡ് ബി മാർക്കിംഗ് ഇറ്റ് ഇൻ ദ ഡയറി. അപ്പോൾ ആ സമയത്ത് പാരൻസ് അവിടെ റീസൺ എഴുതി തരണം. അപ്പം ഞങ്ങളിവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത് ഡേറ്റും കുട്ടി സ്കൂളിലെത്തിയ ടൈമും ആയിരിക്കും. എന്തുകൊണ്ട് ലേറ്റായെന്നുള്ളത് പാരൻസ് നെക്സ്റ്റ് ഡേ ആ ഡയറിയിൽ എഴുതി സ്കൂളിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അടുത്തത് വരുന്നതാണ് നമ്മുടെ പേജ് നമ്പർ 51. ഇവിടെയാണ് ഡ്രസ് കോഡിൻ്റെ റെഗുലാരിറ്റി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡെയിലി നമ്മുടെ സ്പെസിഫൈഡ് ആയിട്ടുള്ള യൂണിഫോമിൽ തന്നെ കുട്ടി സ്കൂളിൽ വരുന്നു എന്ന് എല്ലാ പാരൻസും ഉറപ്പുവരുത്തുക. അപ്പം ഈ ഡ്രസ് കോഡിൽ വരുന്ന കാര്യം നമ്മുടെ അതാത് ദിവസത്തെ യൂണിഫോം, ഇപ്പോൾ വെനസ്ഡേ ആണെങ്കിൽ വി ഹാവ് എ സെപ്പറേറ്റ് വെനസ്ഡേ യൂണിഫോം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ തന്നെ നമ്മുടെ സ്കൂൾ ബെൽറ്റ് ആൻഡ് ID കാർഡ് വളരെ വളരെ നിർബന്ധമാണ്. ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു റിലാക്സേഷൻ ഉണ്ട് അബൌട്ട് ഷൂസ്. അതിന് പകരമായിട്ട് നമ്മൾ സമ്മതിക്കുന്ന ഒരു അല്ലെങ്കിൽ അലൗ ചെയ്യുന്ന ഒരു ഡ്രസ് കോഡ് എന്ന് പറയുന്നത് സാൻഡിൽസ് ആണ്. ദാറ്റ് ഈസ് പ്ലെയിൻ ബ്ലാക്ക് സാൻഡിൽസ്. ഇനി അങ്ങനെയല്ല, ഇനി അതിൻ്റെ ഡ്രസ് കോഡിൽ എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് ഇവിടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇഫ് ദർ ഇസ് എ റീസൺ ഫോർ ഇറ്റ്, റീസൺ അവിടെ കൃത്യമായി പാരൻസ് ആണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പേജിലും ഡേറ്റ്, റീസൺ, പാരൻസിൻ്റെ സിഗ്നേച്ചറിനുള്ള സ്പേസ്, ക്ലാസ് ടീച്ചറിൻ്റെ സിഗ്നേച്ചറിനുള്ള സ്പേസ് ആൻഡ് ഫൈനലി പ്രിൻസിപ്പളിൻ്റെ സിഗ്നേച്ചറിനുള്ള സ്പേസ് കാണാം. അപ്പോൾ കുട്ടി ഫുൾ യൂണിഫോമിൽ അല്ല വരുന്നതെങ്കിൽ ഞങ്ങൾ അവിടെ ഡേറ്റ് മെൻഷൻ ചെയ്യും, ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിൻ്റെ സൈൻ ഉണ്ടാവും, പ്രിൻസിപ്പളിൻ്റെ സൈനും അവിടെ ഉണ്ടാവും. പാരൻസ് ഫിൽ ചെയ്യേണ്ടത് റീസണാണ്, അതിനോടൊപ്പം തന്നെ സിഗ്നേച്ചറുമാണ് അവിടെ ഇടേണ്ടത്. അപ്പോൾ ഈ ഒരു പേജ് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പേജ് നമ്പർ 52 വരുന്നതാണ് ലീവ് ഡ്യൂറിങ് സ്കൂൾ അവേഴ്സ്. അപ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ കുട്ടി സ്കൂളിൽ വരുന്നു, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഫാമിലി എമർജൻസി കൊണ്ട് സ്കൂൾ ടൈമിൽ തന്നെ കുട്ടിക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വന്ന് കുട്ടിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണമെങ്കിൽ വി ഡു അലൗ ദാറ്റ്. പക്ഷെ അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് ഓൺലി ദ പാരൻസ് കം ടു കളക്ട് ദ ചൈൽഡ്. ആ വരുന്ന സമയത്ത് ഡയറിയിൽ ഇത് എഴുതി ഇതിൻ്റെ റീസൺ മെൻഷൻ ചെയ്തിട്ട് ക്ലാസ് ടീച്ചറിന് കൊടുത്തതിന് ശേഷം മാത്രം കുട്ടീനെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. നമ്മളിത് ഒരു കാര്യം ഇവിടെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടത് പാരൻസ് തന്നെയാണ് ഇവിടെ വരേണ്ടത്. ഇനി എന്തെങ്കിലും റീസൺ കൊണ്ട് പാരൻറ്റിന് വരാൻ സാധിക്കുന്നില്ല എങ്കിൽ ഡെസിഗ്നേറ്റഡ് പേഴ്സൻ്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തുവിടാൻ ഉറപ്പായും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഇല്ലാത്ത പക്ഷം നമ്മൾ കുട്ടീനെ ഒരിക്കലും വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നതായിരിക്കില്ല. It is a case of safety. അതുകൊണ്ട് പാരൻസ് പ്ലീസ് ഡു ഫോളോ ദീസ് റൂൾസ്. സോ പേജ് നമ്പർ 53 ബുക്സ് നോട്ട് ബ്രോട്ട്. അപ്പോൾ ഈ ഒരു പേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ട്രൈങ് ടു ടീച്ച് ചിൽഡ്രൻ അക്കൗണ്ടബിലിറ്റി. അവരുടെ ബുക്സ്, അവരുടെ കാര്യങ്ങൾക്ക് പിള്ളേർ തന്നെ റെസ്പോൺസിബിൾ ആയിരിക്കണം. സോ നമ്മുടെ സ്കൂൾ ഹാസ് ഗിവൺ എ വെരി ക്ലിയർ ടൈം ടേബിൾ. അപ്പോൾ ആ ടൈം ടേബിളിനനുസരിച്ചുള്ള ബുക്സ് മാത്രം കുട്ടി കൊണ്ടുവന്നാൽ മതി. എല്ലാ ബുക്സും കൊണ്ടുവരാൻ നിൽക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ബാഗ് വളരെ ഹെവി ആവും, അത് കുട്ടികൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ടൈം ടേബിൾ അനുസരിച്ചുള്ള ബുക്സ് മാത്രം കൊണ്ടുവരാനായിട്ട് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതാണ്. പാരൻസും അതിന് വേണ്ടിയിട്ടുള്ളൊരു ഹെൽപ്പ് പിള്ളേർക്ക് ചെയ്ത് കൊടുക്കുക. ഇനീഷ്യൽ ഡേയ്സിൽ ചെറിയ പിള്ളേർക്കൊക്കെ ഉറപ്പായിട്ടും പാരൻസ് തന്നെയാണ് ബാഗ് റെഡിയാക്കി കൊടുക്കുന്നത്. ഇനി വലിയ പിള്ളേരിലേക്ക് വരുമ്പോഴത്തേക്കും അവർ തന്നെ അത് ചെയ്യുന്നു എന്ന് പാരൻസ് ഒന്ന് ഉറപ്പുവരുത്തുക. ടൈം ടേബിൾ അനുസരിച്ച് ബുക്കുകൾ കൃത്യമായി എടുത്തു വയ്ക്കുകയും ആ ബുക്കുകൾ മാത്രം സ്കൂളിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുക. ഇനി ടൈം ടേബിളിൻ്റെ അപ്പുറത്തായിട്ട് എന്തെങ്കിലും ബുക്സ് കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ ടീച്ചേഴ്സ് കൃത്യമായി വാട്സാപ്പ് ഗ്രൂപ്പ്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇടുന്നതായിരിക്കും. ആ ഡീറ്റെയിൽസിനെ ഫോളോ ചെയ്തുകൊണ്ട് ദയവ് ചെയ്ത് ബുക്സ് വെക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മളിപ്പോൾ ഒരു അസൈൻമെൻറ്റ് ബുക്ക് കൊണ്ടുവരാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു അസസ്മെൻറ്റ് ബുക്ക് കൊണ്ടുവരാൻ പറഞ്ഞ സമയത്ത് കുട്ടി സ്ഥിരമായി കൊണ്ടുവരാതിരിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ഇതിവിടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. കാര്യം വി ആർ ഹോപ്പിംഗ് ദാറ്റ് ദിസ് ഡയറി would give the complete details about a student's performance in school. അപ്പോൾ നമ്മുടെ അക്കാഡമിക് പെർഫോമൻസിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ റെഗുലാരിറ്റി കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും സ്കൂളിൽ നിന്ന് തന്നെ പഠിക്കണം. അപ്പോൾ കൃത്യമായി ബുക്ക് കൊണ്ടുവരിക എന്നുള്ളതും അവർ പഠിക്കേണ്ടതാണ്. ഇനി അവരത് സ്ഥിരമായി കൊണ്ടുവരുന്നില്ല എങ്കിൽ നമ്മൾ ഇവിടെ അത് മെൻഷൻ ചെയ്യും. അതിവിടെ മെൻഷൻ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, കുട്ടീനെ പീനലൈസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലൂടെയല്ല. പാരൻസ് ഷുഡ് നോ ദാറ്റ് ദ ചൈൽഡ് ഹാസ് നോട്ട് ബ്രോട്ട് ദ ബുക്ക്. ഈ ബുക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവരുടെ നോട്ട്സ് കംപ്ലീറ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു അസസ്മെൻറ്റ് അവർക്ക് കൃത്യമായി ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇൻകംപ്ലീറ്റ് ആയി പോവുകയും ചെയ്യും. പിന്നെ ലേറ്റർ ഓൺ ഇതിങ്ങനെ പൈലപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ കുട്ടിക്ക് പഠിത്തത്തേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ലെറ്റ്സ് അവോയ്ഡ് ദാറ്റ്. നമുക്ക് കൃത്യമായി അന്നന്ന് ചെയ്യേണ്ട വർക്ക് അന്നന്ന് ചെയ്ത് തന്നെ കുട്ടി മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം.
സോ ഐ ഹോപ്പ് ദ പാരൻസ് വിൽ ബി വെരി സപ്പോർട്ടീവ് ഓഫ് ദിസ് ഇനീഷ്യേറ്റീവ്. അടുത്തതാണ് നമ്മുടെ പേജ് നമ്പർ 54 and 55. ഇവിടെ വരുന്നതാണ് റെഗുലാരിറ്റി റെക്കോർഡ് ഓഫ് ഹോംവർക്ക്സ് ആൻഡ് ഓൾസോ പ്രോജക്ട്സ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഈ ഒരു അക്കാഡമിക് ഇയറിൽ ത്രൂ ഔട്ട് നമ്മൾ ഹോംവർക്ക്സ് കൊടുക്കും, അവർക്ക് പ്രോജക്ട്സ് കൊടുക്കും. ഈ കിട്ടുന്ന വർക്ക് കൃത്യമായി കുട്ടി ചെയ്യുന്നില്ല എങ്കിൽ ടീച്ചേഴ്സ് അവിടെ അത് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടുത്തെ പാരൻസ് അത് അക്നോളജ് ചെയ്യേണ്ടതും കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള വർക്കുകൾ സ്ഥിരമായി അവർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഒരു അക്കൗണ്ടബിലിറ്റി പിള്ളേരിൽ വളരില്ല. ഈ ഒരു അക്കൗണ്ടബിലിറ്റി വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള റെക്കോർഡ്സ് എല്ലാം കീപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ സ്ഥിരമായ ഒരു കുട്ടി ഇത് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ട് ആ കുട്ടി ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി ഇറങ്ങിച്ചെന്ന് കാണുമ്പോൾ മാത്രമേ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് സോൾവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത്. കൃത്യമായി പാരൻസ് അത് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി വരുന്നതാണ് നമ്മുടെ പേജ് നമ്പർ 56. ഈ പേജിൽ റെഗുലാരിറ്റി ഓഫ് ലാംഗ്വേജ് യൂസ്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ സർക്കുലേഴ്സ് ഓൾറെഡി എല്ലാ ക്ലാസ് ഗ്രൂപ്പ്സിലും അയച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ഇയർ ഓൺവേർഡ്സ് ദ ക്യാമ്പസ് ലാംഗ്വേജ് വിൽ ബി ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ വളരെയധികം പിള്ളേരെ എൻകറേജ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം വി ആർ നോട്ട് ലുക്കിംഗ് ഫോർ പെർഫെക്ഷൻ, ലെറ്റ് ദം മേക്ക് മിസ്റ്റേക്സ്. ഒരു കുഴപ്പമില്ല. കാര്യം ഈ ക്യാമ്പസിലാണ് അവരിങ്ങനെയുള്ള മിസ്റ്റേക്സ് വരുത്തി അതിൽ നിന്ന് പഠിച്ച് ബെറ്റർ ആവുക. സോ അതുകൊണ്ട് ദി ഒൺലി എയിം ഓഫ് ദ സ്കൂൾ ഇസ് അവരിങ്ങനെ പറഞ്ഞ് ആ ഇംഗ്ലീഷ് പറയാനുള്ള മടി മാറി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ സ്ട്രിക്റ്റായിട്ട് നമ്മുടെ ക്യാമ്പസ് ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് തന്നെ നമ്മൾ നിർബന്ധം പിടിക്കുന്നത്. അപ്പോൾ അവരതൊക്കെ തെറ്റിക്കുമ്പോൾ നമ്മളതവിടെ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യുന്നതാണ്. എന്നിട്ട് പാരൻസും അപ്പോൾ വീട്ടിൽ നിന്ന് ഒന്ന് എൻകറേജ് ചെയ്ത് വിടുക ദാറ്റ് സ്കൂളിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുക എന്നുള്ളത്. ഇനി വരുന്ന അടുത്ത 2 പേജസിൽ റെഗുലാരിറ്റി ഇൻ CC നമ്മൾ ഈ വർഷം കുറേ അധികം കോ കരിക്കുലർ ആക്ടിവിറ്റി സ്കൂളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഇൻസ്ട്രുമെൻറ്റ്സ്, അതിനോടൊപ്പം തന്നെ ഡാൻസ്, സ്കേറ്റിംഗ്. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ കുട്ടികൾ എൻറോളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ കൃത്യമായി അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഈ ക്ലാസ്സസിൽ നിന്നൊക്കെ ഇവർ ആബ്സെൻ്റ് ആകുമ്പോൾ നമ്മൾ ഇതിവിടെ മെൻഷൻ ചെയ്യുന്നതാണ്. ദിസ് ഇസ് ജസ്റ്റ് ഫോർ ആൻ ഇൻഫർമേഷൻ ഫോർ ദ പാരൻസ്. ഇതിനോടൊക്കെ ഒപ്പം തന്നെ നമ്മുടെ സ്കൂളിൽ നമ്മൾ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നതാണ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പേജ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എ പേജ് ഫോർ ഗുഡ് ഡീഡ്സ്. അപ്പോൾ നമ്മുടെ മക്കൾ ചെയ്യുന്ന ഓരോ ഗുഡ് ഡീഡ്സും നമ്മളിവിടെ മെൻഷൻ ചെയ്യും. അത് പാരൻസിനെ നമ്മൾ അറിയിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷീറ്റ് തന്നെ കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തിയും നമ്മളവിടെ മെൻഷൻ ചെയ്യും. അപ്പോൾ അതിനൊക്കെ നമ്മൾ അവർക്ക് കൃത്യമായിട്ടുള്ള പ്രോത്സാഹനവും കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മൾ കുറ്റങ്ങൾ മാത്രമല്ല, നമ്മൾ അവരുടെ നല്ല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ കുട്ടി ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിയും ടീച്ചേഴ്സ് അവിടെ മെൻഷൻ ചെയ്യും. പാരൻസ് അതിനെ സൈൻ ചെയ്യുക, അക്നോളജ് ചെയ്യുക, പിള്ളേരെ വീട്ടിൽ അവരെ എൻകറേജ് ചെയ്യുക. ദെൻ കംസ് പേജ് നമ്പർ 60. അപ്പോൾ ഇവരുടെ ഓരോ കാര്യങ്ങൾക്കും ഒരു എൻകറേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളൊരു പോയിൻറ്റ് സിസ്റ്റം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ കുറേ അധികം കാര്യങ്ങളുണ്ട്. നമ്മളതിനൊരു കോഡും ഓരോ ആക്ടിവിറ്റിക്ക് നമ്മളൊരു കോഡും നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോഡ് എല്ലാവരും കൃത്യമായി വായിച്ചു നോക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്ലസ് പോയിൻറ്റ്സും മൈനസ് പോയിൻറ്റ്സും രണ്ടും കിട്ടുന്നതാണ്. അപ്പോൾ ആ പ്ലസ് പോയിൻറ്റ്സ് ആൻഡ് മൈനസ് പോയിൻറ്റ്സ് തന്നെ കൃത്യമായി നമ്മൾ ട്രാക്ക് ചെയ്താൽ കുട്ടി എങ്ങോട്ട് പോകുന്നു എന്നുള്ളൊരു ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ഈ പോയിൻറ്റ്സിൻ്റെ റൂൾസും കുറച്ച് കാര്യങ്ങൾ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതും വളരെ കൃത്യമായി തന്നെ പാരൻസ് വായിച്ചു നോക്കേണ്ടതാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും എന്നെയോ അല്ലെങ്കിൽ നമ്മുടെ കോർഡിനേറ്റേഴ്സിനോ സമീപിക്കാവുന്നതാണ്. ഇനി പേജ് നമ്പർ 63 വരുമ്പോഴത്തേക്കാണ് അവിടെ അപ്പോയിൻറ്റ്മെൻറ്റ്സ്. അപ്പോൾ പാരൻസിന് ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ പ്രിൻസിപ്പലിനെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു റിക്വസ്റ്റ് കൊടുക്കാവുന്നതാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൊപ്പോസ്ഡ് ഡേറ്റ്, നിങ്ങൾ എന്ന് കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഡേറ്റ്, ഏത് ടീച്ചറിനെയാണ് കാണാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നെക്സ്റ്റ് കോളം, നെയിം ഓഫ് ദ ടീച്ചർ, ദെൻ സൈൻ ഓഫ് ദ പാരൻറ്റ്, നിങ്ങൾ അവിടെ സൈൻ ചെയ്യാം. ഇനി ഈ റിക്വസ്റ്റ് കുട്ടി ടീച്ചറിനെ അറിയിക്കുന്നു. ടീച്ചർ അത് നോക്കിയിട്ട് ടീച്ചറിൻ്റെ ടൈം ടേബിളും ടീച്ചറിൻ്റെ അവൈലബിലിറ്റിയും അനുസരിച്ച് അതിന് തന്നെ ഒരു റിപ്ലൈ തരുന്നതായിരിക്കും. ഡേറ്റ് ആൻഡ് ടൈം ഗിവൺ ബൈ ദ ടീച്ചർ. അപ്പോൾ നിങ്ങളുടെ പ്രപ്പോസ്ഡ് ഡേറ്റ് നോക്കും, ആ ഡേറ്റ് തന്നെ ടീച്ചറിന് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ടീച്ചർ ആ സെയിം ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അതല്ല എങ്കിൽ പുതിയൊരു ഡേറ്റ് ടീച്ചർ മെൻഷൻ ചെയ്ത് തരും. ദെൻ ടീച്ചറും അവിടെ സൈൻ ചെയ്യുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഫ് യു വോണ്ട് ടു മെൻഷൻ ദ റീസൺ ഫോർ വിച്ച് യു ആർ മീറ്റിംഗ്, നിങ്ങൾക്ക് ആ റിമാർക്സിൽ അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ഷീറ്റ് കൃത്യമായി ടീച്ചേഴ്സിനെ മീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ്. കാര്യം സ്കൂൾ ടൈമിൽ ടീച്ചേഴ്സിനെ മീറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. കാര്യം അത് അവരുടെ എൻറ്റയർ ടൈം ടേബിളിനെ തന്നെ ഡിസ്റപ്റ്റ് ചെയ്യും.
സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാവുന്ന ടൈം ആഫ്റ്റർ സ്കൂൾ അവേഴ്സാണ്. 3:30 ശേഷം പാരൻസിന് ടീച്ചേഴ്സിനെ മീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതും ഈ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഇനി പ്രിൻസിപ്പളിനെയാണ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഡ്യൂറിങ് സ്കൂൾ അവേഴ്സ് ഇറ്റ് ഇസ് പോസിബിൾ, ബട്ട് ഈ ഒരു അപ്പോയിൻമെൻറ്റ് ഷീറ്റിലൂടെ തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്. ആ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്, ഇഫ് ഐ അക്നോളേജ് ദാറ്റ് അപ്പോയിൻമെൻറ്റ്, ആ ടൈം ഞാൻ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ടൈമിൽ എന്നെ വന്ന് കാണുകയും നിങ്ങളുടെ കൺസേൺസ് അല്ലെങ്കിൽ സജഷൻസ് എന്താണെങ്കിലും നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതുമാണ്. ഇനി നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നതാണ് അക്നോളേജ്മെൻറ്റ് ഓഫ് ക്യാഷ് സെൻറ്റ് ഓർ റിസീവ്ഡ്. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് അക്കാഡമിക് ഇയർ നമ്മൾ ചെറിയ ചെറിയ കളക്ഷൻസ് എന്തെങ്കിലും നമ്മുടെ സ്കൂൾ ആക്ടിവിറ്റീസിനാവാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ചെറിയ കളക്ഷൻസ് നമ്മൾ സ്കൂളിൽ നടത്താറുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതും അതിന് എത്ര എമൗണ്ട് നിങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ടെന്നുള്ളതും അതിൻ്റെ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേജ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഇഫ് യു സീ ഡേറ്റ് ഇൻ വിച്ച് യു ഹാവ് സെൻറ്റ് ഓർ റിസീവ്ഡ് ദ ക്യാഷ്, അതിൻ്റെ പേർപ്പസ് എന്തായിരുന്നു, എത്ര എമൗണ്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ പാരൻസ് സൈൻ വിത്ത് ഡേറ്റ്. കാര്യം കുട്ടികൾ ക്യാഷ് സ്കൂളിൽ കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ അത്രയും എൻകറേജ് ചെയ്യുന്നൊരു കാര്യമല്ല. അപ്പോൾ ഇവിടെ കൊണ്ടുവരുന്ന ക്യാഷ് എന്തിനാണെന്നുള്ളത് ഇതിൽ കൃത്യമായി മെൻഷൻ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് ഈസിയർ ഫോർ us to check it as well. അപ്പോൾ അതിനോട് തന്നെ ഇനി ആക്ടിവിറ്റി കഴിഞ്ഞ് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അതും അവിടെ കൃത്യമായി നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അത് ഏത് ടീച്ചറാണോ കളക്ട് ചെയ്തത് ആ ടീച്ചർ അവിടെ സൈൻ ചെയ്യുന്നതായിരിക്കും. ഇനി വരുന്ന 4 പേജുകൾ നമ്മുടെ എക്സാം ടൈം ടേബിൾസ് പിള്ളേർക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന പേജിലാണ് സാമ്പിൾ ലീവ് ലെറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അതിൽ കൃത്യമായി നമ്മൾ ആഗ്രഹിക്കുന്ന ഫോർമാറ്റും കോണ്ടൻറ്റും അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഫോളോ ചെയ്ത് നിങ്ങളുടെ ലെറ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് 2 ദിവസത്തിൽ കൂടുതൽ ഒരു കുട്ടി ലീവ് എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഒരു റിട്ടൺ ലെറ്റർ തന്നെ കുട്ടി സബ്മിറ്റ് ചെയ്യണം ഫ്രം ദ പാരൻറ്റ്. അതിനുള്ളൊരു ഫോർമാറ്റാണ് ഇവിടെ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെയുള്ളത് ഒരു 2 ബ്ലാങ്ക് സ്പേസസ് ആണ്. അതായത് ടീച്ചേഴ്സിന് എന്തെങ്കിലും പാരൻസിനെ അറിയിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാരൻസിന് തന്നെ എന്തെങ്കിലും റിക്വസ്റ്റ് ടീച്ചറിനെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പേസ് യൂസ് ചെയ്യാം. Then the last page is for the class timetable. So ഇതൊക്കെയാണ് നമ്മുടെ ഡയറിയുടെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ കം ടു ദ കോർഡിനേറ്റേഴ്സ് ഓർ ടു ദ പ്രിൻസിപ്പൽ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഡയറി എല്ലാ ദിവസവും കുട്ടി സ്കൂളിൽ കൊണ്ടുവരേണ്ടതാണ്. ഇറ്റ് ഈസ് മാൻഡേറ്ററി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ടും വളരെ സ്ട്രക്ചേർഡായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈ സജഷൻസിനോടും നമ്മൾ എടുക്കുന്ന ഈ ഒരു ഇനീഷ്യേറ്റീവിനോടും പാരൻസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.